ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ സ്റ്റിയറിംഗ് പിടിക്കുന്നതിലൊക്കെ പലരും ഒരുപാട് തെറ്റുകൾ വരുത്താറുണ്ട്. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായാലും നമ്മൾ ഒതുക്കുന്ന സമയത്തായാലും ഒക്കെ ഒരുപാട് സ്റ്റിയറിംഗ് പിടിക്കുന്ന മെത്തേഡിലൊക്കെ ഒരുപാട് തെറ്റുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള കൊച്ചു കൊച്ചു ടിപ്സുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളെ വാഹനം ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ചിലപ്പോൾ ഈ വലത്തോട്ടുള്ള വളവ് ഇപ്പോൾ പെട്ടെന്ന് കാണുകയാണെങ്കിൽ അവർ വളരെ വേഗം സ്റ്റിയറിംഗ് എടുത്ത് ഒരൊറ്റ ഒടിപ്പാണ്. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ വാഹനം വലത്തോട്ട് പോകുന്നു തോന്നുമ്പോൾ വീണ്ടും ഇടത്തോട്ട് കറക്കും. അപ്പോൾ അവർക്ക് ആ സ്ട്രൈറ്റ് പൊസിഷൻ, നമ്മുടെ ടയറിൻ്റെ ആ ഒരു ലെവൽ പലർക്ക് ഐഡിയ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്ഥിരം ഓടിക്കുന്ന വാഹനമാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിനൊരു ഐഡിയ വയ്ക്കുക. ഓക്കെ, അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ലെവൽ മനസ്സിലാക്കി നമുക്ക് ആവശ്യാനുസരണം വളവൊക്കെ കറക്റ്റായിട്ട് വളയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ വളവ് നമ്മളിപ്പോൾ ഒരു 1/2 കിലോമീറ്റർ പുറകെ നിന്നിട്ട് വളവ് കാണുമ്പോഴേ വളച്ചു തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെയൊന്നും ആവശ്യമില്ല, നമുക്ക് അതിൻ്റേതായ ഒരു ടൈമുണ്ട്, ആ ടൈമിൽ വളയ്ക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓടിച്ച് വരുമ്പോഴേ കറക്റ്റ് ആവുള്ളൂ. പിന്നെ സ്റ്റിയറിംഗ് പിടിക്കുന്ന രീതിയിൽ ഓക്കെ, പലരും നമ്മൾ പിടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കറക്കുമ്പോൾ ഒരു കൈയൊക്കെ ലോക്കാവുന്ന രീതിയിലൊക്കെ പലരും സ്റ്റിയറിംഗ് പിടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, സാവധാനം വെച്ചാൽ നമ്മുടെ കൈ വിട്ടേനെ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കിനി അടുത്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ള കാര്യം. ലെവലായിട്ടിരിക്കുന്നത് എങ്ങനെയാണ്, ബാക്കിയുള്ള കാര്യം നമുക്കൊന്ന് റോഡിലിറങ്ങി ഒരു റൗണ്ട് നോട്ടിച്ച് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് റോഡിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ സ്റ്റിയറിംഗ് പിടിക്കുന്ന രീതികൾ തന്നെ പലരും പല രീതിയിലാണ് പിടിക്കുന്നത്. നമുക്കിപ്പോൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ണിച്ചേട്ടൻ സ്റ്റിയറിംഗ് പിടിക്കുന്ന ഒരു മെത്തേഡ് നോക്കുക. ഓക്കെ, പുള്ളിക്കാരൻ കണ്ടല്ലോ, ഈ പെരുവറിൽ പുറത്ത് വയ്ക്കത്തക്ക രീതിയിലാണ് പിടിച്ചത്. ഈ രീതിയിലാണ് ശരിക്കും സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്. പക്ഷെ പലരും അവരുടെ കംഫർട്ട് അനുസരിച്ച് പല രീതിയിൽ പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ പെരുവറിൽ ഉള്ളിലിട്ട് മുറുകെ പിടിക്കുന്ന ആൾക്കാരുണ്ട്, നല്ല ബലം കൊടുത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ട്, ചരിച്ച് പിടിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ഇനി അതൊന്നും അല്ല, കുറച്ച് പേര് ഇവിടെ ഈ 2 പൊസിഷനിലായിട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റിയറിംഗ് പല രീതിയിൽ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശരിക്കും പിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രീതിയാണ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ രീതിയിൽ പിടിക്കുക. അല്ല, ഇപ്പോൾ എന്ത് പറയാനാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള രീതികളൊക്കെ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പലർക്കും, അങ്ങനെ ഓടിച്ച് പഠിച്ചുവെങ്കിൽ മാക്സിമം ഇങ്ങനെ തന്നെ പിടിച്ച് ഓടിക്കാനായിട്ട് ശ്രമിക്കുക, അധികം ബലമൊന്നും കൊടുക്കാത്ത രീതി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചിലർ വളയ്ക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് കൂടുതൽ ഒടിക്കുന്ന ഒരു രീതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ നോക്കിയോ, ഇപ്പോൾ പുള്ളിക്കാരെ കണ്ടല്ലോ, കൈ ഇളക്കാതെ ആ സ്റ്റിയറിംഗ് പിടിച്ച ഭാഗത്തിന് പിടിച്ചുകൊണ്ടാണ് നേരെ വലത്തോട്ട് സ്റ്റിയറിംഗ് ഓടിച്ചത്. ആ സമയത്ത് നമ്മൾ കൈ ലോക്കായി. അപ്പോൾ ഇനി അടുത്ത് ഓടിക്കണം, ഈ കൈ നമ്മൾ തിരിച്ച് വരണം. ആ സമയത്ത് സ്റ്റിയറിംഗ് തിരിച്ച് വരാൻ പറ്റൂല നമുക്ക്. ഓക്കെ, നല്ല വളവൊക്കെ ആണെങ്കിൽ പറ്റത്തില്ല, അതൊരു ചിലപ്പോൾ ഒരു വലിയൊരു അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക. നമ്മൾ മാക്സിമം സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ കൈ വിട്ടേനെ പിടിക്കുമ്പോൾ നോക്കിയോ, നമ്മൾ ഉണ്ണിച്ചേട്ടൻ കാണിച്ചു തരും എങ്ങനെയാണെന്ന്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ വിട്ട് പിടിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ വേഗത കൂടെ വേണം. അത് നമ്മൾ വാഹനം ഓടിച്ച് മുന്നോട്ട് പോകുന്തോറും അത് നമുക്ക് നമ്മുടെ കൈ വഴങ്ങി വരും അത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റോഡിലൂടെ ഒന്ന് പോയി നോക്കാം. അത്യാവശ്യം 1-2 വളവൊക്കെ ഉണ്ട്, അത്ര വലിയ വളവുകളല്ല, കുഞ്ഞു വളവുകളാണ്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ചേട്ടാ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് ധരിക്കുക. അതുപോലെ തന്നെ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. മിറർ 2 കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഈ നടുക്കത്തെ മിഡിൽ മിററും കറക്റ്റ് ആണോ എന്ന് നോക്കുക. അങ്ങനെ 3 മിററും കറക്റ്റായിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ, ഓക്കെ, നമ്മളിവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ ഇടത്തോട്ടാണ് കയറി പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇടത് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടു. കറക്റ്റായിട്ട് മിററെല്ലാം ചെക്ക് ചെയ്തു, പുറകിൽ നിന്നും മുന്നിൽ നിന്നൊക്കെ വാഹനം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി. അതുപോലെ തന്നെ വാഹനത്തിനുള്ളിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ വാഹനത്തിൻ്റെ പുറം ഒന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ അടിയിൽ പൂച്ചയോ പട്ടിയോ എന്ത് വേണമെങ്കിലും കയറി കിടക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ പൂർണ്ണമായിട്ടും ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ വാഹനം എടുക്കുക. അതിനുശേഷം ക്ലച്ച് കുറേശ്ശെ റിലീസ് ചെയ്യുന്നതനുസരിച്ച് ആക്സിലേറ്ററോട് കൊടുത്ത് എടുത്ത് പോവുക. ഓക്കെ, ഇപ്പോൾ അടുത്ത ഉണ്ണിച്ചേട്ടൻ നമ്മളെ 2ാമത്തെ ഗിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും മുഴുവൻ ക്ലച്ചും പൂർണ്ണമായിട്ടും ക്ലച്ച് ചവിട്ടി തന്നെ ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു വളവുണ്ട്, നമ്മൾ ആ വളവിൽ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതുവരെ പുള്ളിക്കാരൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ സ്റ്റിയറിംഗിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയാണ് വളയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു പൊസിഷൻ, ഓക്കെ, ആ വളവ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ കണ്ട വളരെ സാവധാനമാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് പിടിച്ചത്. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലാണ് സ്റ്റിയറിംഗ് കൈകാര്യം ചെയ്തത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇതൊരു കുഞ്ഞു വളമാണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ സ്റ്റിയറിംഗ് ഇതുണ്ടാവും, ഒരു പൊടിക്കാണ്, കുറച്ച് മാത്രമാണ് സ്റ്റിയറിംഗ് കറക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ച് പോകും തോറും ഇതൊക്കെ ഒന്ന് കൈവഴങ്ങി വരത്തുള്ളൂ. അതൊരു ചെറിയൊരു പാടായിരിക്കും. ഇതൊക്കെ കുഞ്ഞു വളവുകളാണ്. പക്ഷെ പലരും ഇവിടെയൊക്കെ എന്താണ് ഓവറായിട്ട് സ്റ്റിയറിംഗിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, കുറച്ച് ഇങ്ങോട്ട് നമ്മൾ ഇടത്തോട്ട് വളയ്ക്കാൻ ടൈമിൽ വളയ്ക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഇടത്തോട്ടാവും. ആ സമയത്ത് വീണ്ടും വലത്തോട്ട് പിടിക്കുമ്പോൾ അത് വലത്തോട്ട്
കൂടുതലായിപ്പോവും, വലത്തോട്ട് വളയ്ക്കുന്നത് കൂടുതലായിപ്പോവും. അപ്പോൾ നമ്മൾ റോഡിലേക്ക് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഓടിച്ച് പഠിക്കും വളരെ സാവധാനം, പയ്യെ തിന്നാ പനയും തിന്നാന്ന് പറയുന്നത് പോലെ വളരെ സാവധാനത്തിൽ തന്നെ ഓടിച്ച് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. പഠിച്ചെടുക്കുക, അതാണ് ബെറ്റർ. ഓക്കെ, സ്റ്റിയറിംഗ് ബാലൻസ് പഠിച്ചെടുക്കാൻ വേണ്ടി സാവധാനം പോവുക എന്നുള്ളത് തന്നെയാണ് രീതി. എങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ, നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുന്നതനുസരിച്ച് ടയർ എത്രത്തോളം വളയുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. വളരെ വേഗത്തിലാണെങ്കിൽ അത് പഠിച്ചെടുക്കാനും അതിൻ്റെതായ ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ആദ്യമൊക്കെ പരിചയമില്ലാത്ത ആൾക്കാർ വളരെ സാവധാനം തന്നെ പോയി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ വളവിൽ കണ്ടല്ലോ വളരെ കുറച്ചാണ്. ഓക്കെ, നമ്മൾ ആ വളവ് കഴിഞ്ഞ ഉടനെ വീണ്ടും തിരിച്ചത് റിട്ടേൺ കറക്റ്റ് ലെവലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ വീണ്ടും കറക്റ്റ് പൊസിഷൻ. ഇപ്പോൾ അടുത്ത് വീണ്ടും ഒരു ചെറിയ വളവാണ്. നമ്മൾ സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിക്കുന്നുണ്ട്. ഇടത്തോട്ട് തിരിച്ചു. വീണ്ടും വളവ് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, ആദ്യം വരുന്ന പൊസിഷനിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഒരു കുഞ്ഞു വളവാണ്. അവിടേക്ക് സ്റ്റിയറിംഗ് ചെറുതായിട്ട് നനക്കി വെക്കേണ്ട കാര്യമേ ഉള്ളൂ. നമ്മുടെ ഈ പഴയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് സ്റ്റിയറിംഗ് കുറച്ചുകൂടെ ലൂസായിരിക്കും. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അനക്കം കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിലൊന്നും വലിയ കുഴപ്പമില്ല. ഇത് കുഞ്ഞു വളമാണ്. നമ്മൾ കുറച്ച് ആക്കുന്ന വീണ്ടും റിട്ടേൺ ആ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതൊരു കുഞ്ഞു വളവാണ്. നമ്മൾ ഇടത്തോട്ട് സ്റ്റിയറിംഗ് ചെറിയ രീതിയിൽ പിടിച്ചു. വീണ്ടും റിട്ടേൺ ആ ഒരു പൊസിഷനിൽ തന്നെ കൊണ്ടുവരികയാണ്. അവിടെ നിന്നാണ് അടുത്ത് നമ്മൾ വീണ്ടും ആ വലത്തേക്കുള്ള വളവിലേക്ക് പിടിക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ പിടിച്ചു. വലിയ കുഴപ്പമില്ല. കണ്ടല്ലോ, നമ്മൾ പോകുന്ന എത്രത്തോളം നമ്മൾ വളയ്ക്കുന്നു അതനുസരിച്ച് തിരിച്ച് വീണ്ടും റിട്ടേൺ കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്ത ഇടത്തോട്ടൊരു വളവാണ്. ഇപ്പോൾ ഇവിടേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഇടത് ചേർത്തേ വളയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ദൈവീത ആരും ഇങ്ങനെയുള്ള വളവുകൾ എന്ന് വെച്ചാൽ നമുക്ക് ദൂരോട്ടുള്ള ലോങ് ഭാഗം കാണാൻ പറ്റുന്നില്ല എങ്കിൽ ദൈവീത ആരും എന്ത് ചെയ്യുക, കയറ്റി വളയ്ക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഓർത്ത് നല്ലൊരു വളവാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വലത് ഇൻഡിക്കേറ്റർ ഇട്ടു, മിറർ എല്ലാം ചെക്ക് ചെയ്തു, വേറെ ഒരു വാഹനം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ കയറി വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നല്ല വളച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, തിരിച്ച് റിട്ടേൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അടുത്തൊരു കുഞ്ഞ വളവാണ്. വലിയ കുഴപ്പമില്ല, സാവധാനം സൈഡ് ഒതുക്കി പോകുന്നു. അവിടെ അടുത്ത് വീണ്ടും ഒരു നല്ലൊരു വളവുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഹോണൊക്കെ അടിച്ച് കൃത്യമായിട്ട്. ഓക്കെ, ഇപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയുള്ള വളവുകളിൽ മാക്സിമം നമ്മുടെ ഇടത് സൈഡ് ചേർത്ത് തന്നെ വളയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇവിടേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന് പോകാനായിട്ടുള്ള സ്പേസ് അവിടെ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇടത് ചേർത്ത് തന്നെ വളച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത്യാവശ്യം വേഗത്തിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഗിയർ വെച്ചു. മൂന്നാമത്തെ ഗിയറിലാണ് വാഹനം പോകുന്നത്. 40 കിലോമീറ്റർ സ്പീഡിലാണ്. അപ്പോൾ കുറച്ചൊന്ന് സ്ലോയിൽ പോവാം. ഓക്കെ, അടുത്തൊരു വളവുണ്ട്. ഇതൊക്കെ കുഞ്ഞു വളവാണ്. സ്റ്റിയറിംഗ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, എത്രത്തോളം കറക്കുന്നുണ്ടോ നോക്കുക. വളരെ കുറച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കറക്കുന്നുള്ളൂ. വളവിനനുസരിച്ചാണ്. അത് നമ്മൾ വളരെ നേരത്തെ ഒന്നും നമ്മൾ കറക്കുന്നില്ല. ആ വളവ് എത്താറാവുന്ന ആ ഒരു ചെറിയൊരു പോയിന്റ് വെച്ചാണ് നമ്മൾ വളയ്ക്കുന്നത്, സ്റ്റിയറിംഗ് വളയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റൊക്കെ നിങ്ങൾ ഓട്ടിച്ച് വരികയെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതൊക്കെ പറഞ്ഞു തരുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഓട്ടിച്ച് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വളരെ സാവധാനത്തിൽ വാഹനം ഓട്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വലിയ കുഴപ്പമില്ല, ചെറിയൊരു വളവൊക്കെ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു മെയിൻ റോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ നോക്കുക, ഇവിടേക്ക് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ എടുക്കണം. വളരെ സാവധാനത്തിൽ തന്നെ പോവുക. കാരണം ഇവിടുന്ന് രണ്ട് വശത്ത് നിന്ന് വാഹനം വരാൻ സാധ്യത ഉണ്ട്, പുറകിൽ നിന്ന് വാഹനം വരാം. അപ്പോൾ എല്ലാം വളരെ ശ്രദ്ധയോടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഡിക്കേറ്റർ കൃത്യമായിട്ട് ഇടുക. കുറച്ചുകൂടി നേരത്തെ തന്നെ ഇൻഡിക്കേറ്റർ ഇടുക. ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ കറക്റ്റ് സ്ലോ, രണ്ട് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി, ഒരു വളവാണ്, അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ്, മറ്റു ഇട റോഡുകളും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കി വളരെ സാവധാനം മാത്രം തന്നെ പോവുക എന്നുള്ളതാണ്. ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഇപ്പോൾ വളച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും ഉള്ള സംശയമായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഈ ഇടത് ചേർന്ന് പോകാൻ പറയുമ്പോൾ ഈ വെള്ള ലൈൻ, നമ്മൾ റോഡിലെ വെള്ള ലൈനിൻ്റെ കാര്യം ചിലപ്പോൾ ഡൗട്ട് വരും. നമ്മൾ നേരത്തെ ഇറങ്ങിയ റോഡിലാണെങ്കിൽ അത് കൃത്യമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മാഞ്ഞു പോയിരിക്കുകയാണ് ഒരുപാട്. അപ്പോൾ അത് നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതുകൂടെ ഒന്ന് കാണുക. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ വെള്ള ലൈൻ കണക്കാക്കി എങ്ങനെ ഓട്ടിക്കാം എന്നുള്ള രീതിയൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ലൊരു വളവാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ വളച്ച് വെച്ചിരിക്കുന്നത്. കൂടുതലൊന്നും വളയ്ക്കുന്നില്ല, ആ ഒരു പൊസിഷനിലാണ് വളച്ച് വെക്കുന്നത്. അടുത്ത് വീണ്ടും നമ്മൾ റിട്ടേൺ എടുത്തു. ഓക്കെ, നമ്മൾ ഇവിടേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല വളവായിരുന്നു. പക്ഷേ നമ്മൾ
നമ്മൾ സ്റ്റിയറിംഗിന്റെ ഈ ഒരു പോയിന്റ് നമ്മൾ ഇതുവരെ വന്നു, ഈ പോയിന്റ് ഇതുവരെ വന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറം പോയിട്ടില്ല. അതായത് ഫുൾ ഒടിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ഇവിടെ വന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വളവായിരുന്നു. ആ ഒരു പോയിന്റിൽ പോയി തിരിച്ചു വന്നു. ഫുൾ ഒടിച്ചൊന്നും നമുക്ക് വളയ്ക്കേണ്ട വളവുകൾ കുറവാണ്. കറക്റ്റ് എൽ ഷേപ്പ് വളവൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ മുഴുവനായിട്ടും വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഒടിക്കേണ്ടതായിട്ട് വരും. അവിടെ ഒരു നേരത്തിൽ വളവ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വളവുകളിലൊക്കെ ശ്രദ്ധിക്കണം, കാരണം ഓപ്പോസിറ്റ് വാഹനം വരാൻ സാധ്യതയാണ്. അപ്പോൾ നമ്മൾ വലത്തോട്ട് ഒടിക്കുമ്പോൾ കുറച്ച് ഓവറായി പോവുകയാണെങ്കിൽ വാഹനം റോഡിന്റെ അപ്പുറത്തെ വശത്തേക്ക് പോയേക്കാം, അല്ലെങ്കിൽ റോഡിന്റെ നടുക്ക് കുറുകെ ആയേക്കാം. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനം നമുക്ക് അവർക്കും ഒക്കെ അപകടമാകുന്ന രീതിയിലേക്ക് നമ്മുടെ വാഹനത്തിന്റെ ആ ഒരു പൊസിഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് വരുത്തുക എന്നുള്ളതാണ്. ദൈവീതാരും സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ലാതെ തിരക്കുള്ള റോഡുകളിലൂടെയൊന്നും അധികം ഓടിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇവിടെയൊക്കെ അധികം വളവുകളില്ലെങ്കിൽ അത്യാവശ്യം ചെറിയ വളവുകളൊക്കെ ഉള്ളൂ. അപ്പോൾ പഠിക്കുമ്പോൾ മാക്സിമം തിരക്ക് കുറഞ്ഞ റോഡുകളിലിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക, സാവധാനം ഓടിക്കുക, അത്രേ ഉള്ളൂ. വേഗത കുറച്ച് സാധനം ഓടിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗിന് ഒരു കാൽക്കുലേഷൻ കിട്ടും. നല്ല വളവുകളും അതുപോലെ തന്നെ റിവേഴ്സും ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കുക. അത്യാവശ്യം വാഹനം പാർക്ക് ചെയ്യാനൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. പറ്റാത്ത സ്ഥലങ്ങളാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കൊണ്ട് പറ്റും. വളരെ സാവധാനത്തിൽ ഒന്ന് ഓടിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ട് ഓടിച്ച് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മൾ അധികം കാര്യങ്ങൾ അങ്ങനെ ഇതിൽ പറഞ്ഞിട്ടില്ല. ഇത് സിമ്പിളാണ്. നമ്മൾ ഓടിച്ച് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അജിത് ചേട്ടനായിരിക്കും ഫോൺ എടുക്കുക, പുള്ളിക്കാരെ വിശദമായിട്ട് പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഇഷ്ടാനുസരിച്ചുള്ള കമന്റ് കിട്ടും. നല്ലതോ ചീത്ത ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കനും കൂടെ നിങ്ങൾ അമർത്തുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഗുഡ് ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.